ഇഫ് യു വാണ്ട് എ ഗുഡ് ആൻഡ് എ പീസ്ഫുൾ റിലേഷൻഷിപ്പ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. എനിക്ക് അടുത്ത് വന്ന കുറച്ച് DMs ആണ്. ഹൗ ടു മാനേജ് മൈ ഗേൾ ഫ്രണ്ട്. ഡിയർ ബോയ്സ്, ദിസ് വീഡിയോ ഈസ് ഫോർ യു. ഞങ്ങൾ പറയുന്നതൊന്നും ഫീൽ ചെയ്യുന്നത് വേറെ ഒന്നുമായിരിക്കും, പക്ഷെ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ. സോ നമ്പർ 1, എനിക്ക് നിന്നെ എൻ്റെ കണ്ണിന് കാണുന്നത് ഇഷ്ടമല്ല എന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ മീനിങ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഭയങ്കര ദേഷ്യത്തില്ല. സിമ്പിൾ. 2, ഞാൻ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുകയാണ്, എനിക്ക് കോൾ ചെയ്യരുത്, മെസ്സേജ് ചെയ്യരുത്. വിച്ച് മീൻസ് ഒരു 100-110 കോളും മെസ്സേജെങ്കിലും ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. 3, ഞാൻ ഭയങ്കര ദേഷ്യത്തിൽ ഇത് മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല, ലെറ്റ്സ് ബ്രേക്കപ്പ്. ഇങ്ങനെ പറയുമ്പം ഒന്ന് അടുത്ത് വന്ന് ഒരു സോറിയൊക്കെ പറഞ്ഞ് ഒരു ഹഗ്ഗൊക്കെ തന്ന് ഒന്ന് സമാധാനപ്പെടുത്തിയാൽ മതി. ഇറ്റ്സ് നോട്ട് എ ബിഗ് ടാസ്ക്. നീ പോയി നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോ, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റ് 5 സ്റ്റാർ ആൻഡ് ഡു നത്തിങ്. മനസ്സിലായോ? എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല, അത് വിട്ടേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും എന്നോട് അത് തന്നെ ചോദിച്ചിട്ട് എന്നെക്കൊണ്ട് തന്നെ നീ അത് പറയിപ്പിക്കണം. സിമ്പിൾ. എവിടെയെങ്കിലും പോയാലെന്താ, പോയില്ലേലെന്താ, കഴിച്ചാലെന്താ, കുടിച്ചാലെന്താ, നിനക്കെന്താ, ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ. അറ്റൻഷനും കെയറും കുറയുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയാറ്. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ ഒന്നുമില്ല എന്നേ പറയത്തുള്ളൂ. ആ ഒന്നുമില്ല കോട്ട് പോയി കഴിഞ്ഞാൽ കൊറോണ അടിച്ച് പുകയ്ക്കും. ആ ഒന്നുമില്ല എന്ന് പറയുന്നതിൽ ഒരുപാടുണ്ട്. എടാ നോക്കിക്കേ, ആ കുട്ടി എന്ത് സുന്ദരിയാ അല്ലേ, അവളെ കൊണ്ട് അവളെന്ത് സുന്ദരിയാ. അപ്പം പറയണം, എനിക്ക് അവളെ കണ്ടത് അത്രയും വലിയ സുന്ദരിയായിട്ടൊന്നും തോന്നുന്നില്ല, നീ അല്ലേ എൻ്റെ ഏറ്റവും വലിയ സുന്ദരി. ഞങ്ങൾ പറയും ഐ ആം നോട്ട് ജെലസ്, പക്ഷെ നീ വേറെ ഏതെങ്കിലും പെണ്ണിൻ്റെ ഫോട്ടോയ്ക്കോ റീലിനോ ലൈക്ക് ചെയ്താ കഥം, ടാറ്റ, ബൈ ബൈ. പിന്നെ ഈ ബർത്ത്ഡേ ആനിവേഴ്സറി നിങ്ങൾ ഇതിനകത്ത് എന്ത് ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കുമെന്ന് വിചാരിച്ച് കാർഡ് കയറിയൊന്നും പോണ്ട. ഒരു റോസാപ്പൂ, ഒരു റെഡ് റോസാപ്പൂ. ഐ നീഡ് ടൈം, പ്ലീസ് ലീവ് മീ അലോൺ. അടുത്ത 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു ചെന്നില്ലെങ്കിൽ നീ പിന്നെ സിംഗിളായിരിക്കും. ഡോണ്ട് ആർഗ്യൂ വിത്ത് അസ്. കൊന്നാലും ഞങ്ങളത് സമ്മതിച്ചു തരത്തില്ല. ഇപ്പം മനസ്സിലായില്ലേ ഞങ്ങൾ എത്ര സിമ്പിളാണെന്ന്? ഞങ്ങൾ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇതുപോലെ സിമ്പിൾ ക്രീച്ചർ ഈ ലോകത്ത് വേറെ കാണത്തില്ല. സോ ഡിയർ ബോയ്സ്, ഹാൻഡിൽ വിത്ത് കെയർ. പാർട്ട് 2 വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് പാർട്ട് 2.